ഇപ്പോൾ മലയാളത്തിലും തമിഴിലും ഒരുപോലെ നായികാ പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് കടക്കുകയാണ് മൃദുല. മൃദുലയ്ക്കൊപ്പമാണ് ഇന്നത്തെ വനിത. ഹലോ മൃദുല. ഹലോ. 10:30 AM എന്ന ചിത്രത്തിലൂടെ മൃദുല നായിക പദവിയിലേക്ക് എത്തുകയാണ് അല്ലേ? എന്താണ് പുതിയ ചിത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? 10:30 AM ലോക്കൽ കോൾ February 8th റിലീസാണ്. മനു സുധാകരാണ് ഡയറക്ടർ. മനുവേട്ടനെ റെഡ് ചില്ലീസ് മുതൽക്ക് പരിചയമുണ്ട്. ഷാജി സർ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. മനുവേട്ടൻ്റെ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് മൂവിയാണ്. അപ്പോൾ അതിനകത്ത് നിഷാൻ, കൈലേഷ്, ലാൽ സർ ഒക്കെയാണ്, ശ്രദ്ധ എല്ലാവരുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഞാൻ നിഷാൻ്റെ ഓപ്പോസിറ്റ് ഫീമെയിൽ ലീഡായിട്ട് ചെയ്യുന്നു. ഇന്ന് സിനിമയെ കുറിച്ചൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഫുൾ സസ്പെൻസ് ത്രില്ലറാണ്. കോമഡി എല്ലാം സിറ്റുവേഷണൽ ആയിട്ടുണ്ട്. പക്ഷെ മെയിൻലി ഒരു സസ്പെൻസ് ആണ് മെയിൻ. അതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ച് അധികമൊന്നും പറയാനും പറ്റില്ല. ആൽബി ആൻ, എൻ്റെ ക്യാരക്ടറുടെ പേര് ഇതിനകത്ത് ആൻ ആണ്. ബൈ പ്രൊഫഷൻ ഒരു RJ ആണ്. ആൻ എന്താണ് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. അത് ഞാനിവിടെ എടുത്ത് പറയണം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. കാരണം അത് ഞാനിവിടെ പറയണം. കാരണം ഇതിന് മുന്നേ എല്ലാം ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ആൾക്കാർക്ക് ദേഷ്യം തോന്നുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ആ സിനിമയിൽ ആ ക്യാരക്ടേഴ്സിന്റെ വിജയം അതായിരുന്നു. എല്ലാവർക്കും ദേഷ്യം തോന്നണം. പക്ഷെ ഇത് എല്ലാവർക്കും സിംപ്ലിസിറ്റിയാണ്. ശരിക്കും എന്താ ഈ 10:30 എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും? ഇതൊരു ഫോൺ കോളിനെ ബേസ് ചെയ്തിട്ടാണ്. ആൽബിയും ആനിന്റെയും ജീവിതം, അവരൊരു യങ് മാരീഡ് കപ്പിളാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്ട്രേഞ്ചറിന്റെ കോള് വരികയാണ്. പിന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടുണ്ടാവുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ഒരു കഥ, എന്താ പറയുക, ഒരു മെയിൻ ട്രാക്ക്. ബാക്കി പിന്നെ കഥ ഇങ്ങനെ വികസിക്കുന്നു. അപ്പൊ ഒരു RJയുടെ ഒരു റോളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വന്നു? RJ ആണ് ബൈ പ്രൊഫഷനേ ഉള്ളൂ. 2-3 കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നുപോലെ റെഡ് ചില്ലീസിലും RJ ആയിരുന്നു. അപ്പൊ RJ ഒരു കുത്തരിയല്ല, ആദ്യം തൊട്ടേ ക്യാരക്ടേഴ്സിന്റെ ഭാഗമാണ് RJയുടെ റോൾ. അപ്പൊ RJ കുഴപ്പമില്ലായിരുന്നു. സ്റ്റുഡിയോ സീൻസ് എല്ലാം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തു. അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവരൊത്തുള്ള ഒരു ലൊക്കേഷൻ തമാശകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്? അങ്ങനെ എനിക്ക് നിഷാനുമായിട്ടാണ് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ സോങ് ഷൂട്ട് ആയിരുന്നു ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മള് സിനിമയിൽ എല്ലാവരും അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിഷാനാണെങ്കിലും നിഷാനും ഞാനും ശ്രദ്ധയും കൈലേഷും പിന്നെ ജെനിഫർ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ നിറയെ പേരുണ്ടായിരുന്നു. പിന്നെ ഫുൾ സെറ്റ് ഇല്ല, അന്ന് ഷൂട്ട് ഇല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോങ്ങിന്റെ ഷൂട്ട് ടൈമിൽ. അപ്പം അങ്ങനെ ഒരു 2 ദിവസം അതായിരുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത ദിവസങ്ങളിലും നല്ലായിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ നായികയായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പൊ എത്ര സോങ്സ് ഉണ്ട് സിനിമയിനകത്ത്? ആകെ 2 സോങ്സേ ഉള്ളൂ. ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഇപ്പൊ ട്രെൻഡി ആയിട്ട്. അപ്പൊ ഈ സോങ് എങ്ങനെയുണ്ട്? മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊരു പെപ്പി നമ്പറാണ്, ഒരു പാർട്ടി സോങ് ആണ്. നിഷാൻ ഒരു അവാർഡ് കിട്ടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡാൻസ് മൂവ്മെന്റ്സ് എല്ലാം ഉള്ള ഒരു സോങ്. ഇതില് ഡബിങ് ആരാണ്? മൃദുല തന്നെയാണോ ഡബ് ചെയ്തിരിക്കുന്നത്?
ഈ സിനിമയിൽ? അതെ അതെ, ഞാൻ തന്നെ ഡബ് ചെയ്തിരിക്കുന്നത്. ആദ്യം മനുവേട്ടനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ വോയിസ് അത്രയ്ക്ക് സ്വീറ്റ് വോയിസ് ഒന്നുമില്ല, ഒരു ആർജയ്ക്ക് വേണ്ട വോയിസ് ഒന്നും അല്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഏറ്റവും സൂട്ട് ചെയ്യുന്ന എൻ്റെ വോയിസ് ആണ് മനസ്സിലായി. അവർ ബാക്കി കുറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യിപ്പിച്ചു നോക്കി, പക്ഷെ എൻ്റെ ഒരു സിങ്ക് വരുന്നില്ല. പിന്നെ എനിക്കൊന്ന് ഈ ഒരു സ്പീഡൊക്കെ ആർജയ്ക്ക് പറ്റിയ സ്പീഡാണ്, വേഗം വേഗം സംസാരിക്കുന്നത്. അപ്പൊ അത് സ്യൂട്ടായി പോയിട്ടുണ്ടാവും എന്തായാലും. അതെ അതെ, അപ്പൊ പിന്നെ ഞാൻ ചെയ്തതന്നെ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ക്യാരക്ടറിന് ഒരു കംപ്ലീഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ഇപ്പൊ ഡബിങ്ങിന്റെ സമയത്ത് സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ്? ഇതുവരെ നെഗറ്റീവ് റോൾസ് ഒക്കെയാണെന്ന് പറഞ്ഞത്, അപ്പൊ അതിൽ നിന്ന് നായികയിലേക്കുള്ള മാറ്റം സന്തോഷം തോന്നി. ആളുകൾ എന്നെ ഇഷ്ടപ്പെടുകയത് കണ്ടാലും ഓക്കെ, ആൻ എന്നുള്ളൊരു നല്ല കുട്ടിയാണ്, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഭാര്യ വേണം, ഇങ്ങനത്തെ ഒരു മോള് വേണം എന്നല്ല ആളുകൾ വിചാരിക്കും. നല്ലൊരു ക്യാരക്ടർ, അത്രയും ഇഷ്ടം തോന്നുന്നതാണ്. ഭയങ്കര എല്ലാം സഹിക്കാനുള്ള ശക്തി, പിന്നെ എന്താണ് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. ഐ മീൻ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഫൺ ലവിങ് ആണ്, സ്വീറ്റ് ആണ്, അങ്ങനത്തെ ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. തമിഴിലും ഒരു ചിത്രം ഇതുപോലെ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ റെഡിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആ ചിത്രത്തെ കുറിച്ചോട് പറയാം. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അഗൈൻ തമിഴ്നാട്ട് എൻട്രി ആണ്. അത് ഒരു 1994 സത്യരാജ് മണിവണ്ണൻ ടീമിന്റെ ഒരു കൾട്ട് മൂവി റിലീസിന്റെ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ മൂവിയാണ് അമേധി പടൈ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഒരു 250 ദിവസം എല്ലാം അവിടെ ഓടിയ സിനിമയാണ്. അപ്പോൾ അതിന്റെ തന്നെ സീക്വൽ അവരെടുക്കാണ്, അടുത്ത പാർട്ട് അമേധി പടൈ 2. സിനിമയുടെ പേര് നാഗരാജ ഷോലൻ MA MLA, അങ്ങനെ പേര് മാറ്റമുണ്ട്. അപ്പോ ആ സിനിമന്റെ അത് സത്യരാജ് സർ, ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. സത്യരാജ് സർ അതിനകത്തൊരു അറഗന്റ്, ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഒരു ലീഡറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. സത്യരാജ് സർ സെയിം വേഷത്തിൽ ഇതിനകത്തുണ്ട്. യങ് ഒരു ഹീറോ ആയിട്ട് സിനിമയിൽ ചെയ്യുന്നത് മണിവണ്ണൻ സാറിന്റെ എന്ന മോനായ രഘു മണിവണ്ണനാണ്. ഡയറക്ടർ തന്നെ മോനാണ്. പേരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫീമെയിൽ ലീഡായിട്ട് ചെയ്യുന്നു. അത് ഇതിനകത്ത് നിന്നെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒരു നാട്ടിൻ പുറത്ത് പെൺകുട്ടി, എല്ലാത്തിനും സൽവാർ സാരി എല്ലാം തന്നെയാണ്. എല്ലാറ്റിനും തർക്കുത്തരെല്ലാം പറയുന്നതും, അങ്ങനെ സിറ്റിയിലേക്ക് വരുന്ന ഒരു കുട്ടി. CMന്റെ മരുമോളാണ്. അതിൻ്റെ ഉള്ള ഒരു അഹങ്കാരം, ജാടെന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെന്റ് ജാടയല്ല, അത് ജാട കാണിക്കാൻ വേണ്ടിയുള്ള ഒന്ന്. അങ്ങനെ ഒരു അതൊരു നല്ലൊരു ഇതാണ്. അതിന് ഷൂട്ട് കഴിയാറായി. എനിക്കൊരു സോങ് ഒരു 2 ദിവസത്തെ ടോക്കി പോർഷൻ കൂടിയേ ഉള്ളൂ. അതിലും സോങ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഇതുമാതിരി പണ്ടത്തെ ഒരു പാട്ടിന്റെ റീമേക്കാണ്, ഒരു ഹിറ്റ് പാട്ടിന്റെ റീമേക്കാണ് പാട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ സോങ് തന്നെ. എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ഞാൻ ഇരിക്കണം. അതിന്റെ സോങ് ഷൂട്ട് ഒരാഴ്ചയിലുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർച്ച് ഏപ്രിലിൽ പടം റിലീസാവും. ഇനി മറ്റു പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇപ്പൊ തമിഴിലുള്ളത്? തമിഴിൽ എന്തായാലും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് 1-2 ഓഫേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ജൂണൊക്കെ ആവും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് അറിയട്ടെ. അതെ, ഏതൊരു റോളാണ് അവിടെ ആൾക്കാർ സ്വീകരിക്കുന്നത് നോക്കണമല്ലോ. ഇപ്പൊ എന്തായാലും മലയാളം റിലീസ് കഴിഞ്ഞാൽ അത് അടുത്ത് തന്നെ തമിഴ് റിലീസാവും. കഴിയട്ടെ. പിന്നെ പഠിത്തമുണ്ട് പോവാൻ. അപ്പൊ അത് നോക്കട്ടെ. ഇപ്പൊ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ചെന്നൈയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ MOP വൈഷ്ണവ് കോളേജിൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ് ആണ്. മീഡിയ ആയിട്ട് തന്നെ ബന്ധമുള്ളതാണ്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ സെമായി അങ്ങനെ പോകുന്നു. ഫൈനൽ സെം ഒരു സെമ്മും കൂടെ പൂർത്തിയാവാനുണ്ട് അല്ലേ? ആയി കഴിഞ്ഞാൽ കഴിയും. അപ്പൊ പഠിത്തം എങ്ങനെയാണ് ഇതിന്റെ കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകും? അതെനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ ACC വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എറണാകുളത്താണ് ഞാൻ സ്കൂളിംഗ് ചെയ്തത്. അതിനുശേഷം സെയിന്റ് റിസാർട്സിൽ ഡിഗ്രി ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പോൾ MOPയിലാണെങ്കിലും ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പം മീഡിയ സ്റ്റുഡന്റ് തന്നെ ആയതുകൊണ്ടും ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ആണെന്നറിയാം. പിന്നെ വലിയ മോശം സ്റ്റുഡന്റ് അല്ലേ, അബവ് ആവറേജ് നിൽക്കുന്ന സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് പഠിച്ചോളും. ലാസ്റ്റ് ഫൈനൽ തലേദിവസം മകപ്പ് ചെയ്തിട്ടാണെങ്കിൽ എക്സാം എഴുതും. അപ്പൊ പിന്നെ ഡെയിലി പോകുന്നവരെക്കാളും മാർക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് മിസ്സായിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അത് കൂപ്പപ്പ് ചെയ്ത് പോണം. അപ്പൊ റെഡ് ചില്ലീസ് ആയിരുന്നല്ലോ മൃദുലയുടെ ആദ്യത്തെ സിനിമ. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു ശരിക്കും മൃദുല? സിനിമ ഞാൻ TV-യിൽ ഞാനും അനിയനും കൂടിയാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. അങ്ങനെ അവൻ സിനിമയിൽ വന്നു.
അതിനുശേഷം ഞാൻ ഇത്തിരി വലുത് ഞാൻ 11th പഠിക്കുമ്പോൾ ഞാൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, നൗഷാദ് സാഫ്രന്റെ ഒരു ആൽബം. അത് കണ്ടിട്ടാണ് പിന്നെ അങ്ങനെ നമുക്ക് രഞ്ജിത്ത് അങ്കിളിനെ അറിയാം, രജപുത്ര രഞ്ജിത്ത് അങ്കിൾ. അങ്ങനെ അങ്കിൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ AK സാജൻ അങ്കിളുടെ സ്ക്രിപ്റ്റിൽ ഷാജി സർ ഡയറക്ട് ചെയ്ത റെഡ് ചില്ലീസിൽ ചെയ്ത ഒരു 3 ക്യാരക്ടേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് ആർജെ ആയിരുന്നു. അത് ആസ്മാറ്റിക് പേഷ്യന്റ് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ കൊല്ലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വരദ ഭട്ടതിരിപ്പാട് എന്നുള്ള ക്യാരക്ടർ, അതായിരുന്നു ആദ്യത്തെ സിനിമ. ഞാൻ ഔട്ട് ഓഫ് സ്കൂൾ ജസ്റ്റ് സ്കൂൾ ടൈം തന്നെ പറയാം അപ്പോൾ ചെയ്ത സിനിമയാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ സിനിമ, പിന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് റോള്. അപ്പൊ ആദ്യം അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്തപ്പോ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അതിനകത്ത് സിനിമയിലുള്ള എല്ലാ ഫീമെയിൽസും നെഗറ്റീവ് തന്നെയായിരുന്നു. പിന്നെ ഒരു ക്യാമറ ഫിയർ ഒന്നും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നില്ല. ഡാൻസ് ആണെങ്കിലും ശരി, നമ്മൾ പിന്നെ TV-യില് പ്രോഗ്രാം ചെയ്യുമ്പോഴും ശരി, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ ഡാൻസ് ഞാൻ ശരി ഓക്കെ ഡാൻസ് ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോഴാണ് തോന്നുന്നു പിന്നെ ഒരു മടിയെല്ലാം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹം സിനിമയിൽ വരണം എന്ന് തന്നെയുള്ളായിരുന്നു, നല്ലൊരു നടി എന്നുള്ള പേര് വരണം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഓഫർ വന്നപ്പോൾ ഐ വാസ് ഹാപ്പി. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെഡ് ചില്ലീസ് കഴിഞ്ഞിട്ടാണല്ലോ എൽസമ്മ എന്നാണ് കുട്ടി. അപ്പൊ അതിനകത്ത് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രത്തിന്റെ ഒരു കുശുംബി അനിയത്തിയായിട്ടുള്ള റോളാണ് ചെയ്തത്. അപ്പൊ ആ ക്യാരക്ടർ എങ്ങനെയാണ് എത്തിയത്? റെഡ് ചില്ലീസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൽസമ്മ ചെയ്തത്. അതും അഗൈൻ രജപുത്ര രഞ്ജിത്ത് അങ്കിളുടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിനകത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമാണ്, ഭയങ്കര നെഗറ്റീവ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന വേഷമാണ്. ആൻ ചെയ്ത എൽസമ്മ എന്ന ക്യാരക്ടറായിട്ട് ഫുൾ ടൈം അടി കിട്ടി, അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു അത്. അതും നല്ലത്, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. വേണു അങ്കിളാണെങ്കിലും ഇന്ദ്രൻ ഭാര്യ ആണെങ്കിലും ഇന്ദ്രേട്ടനാണെങ്കിലും എല്ലാവരും. അപ്പൊ അങ്ങനെ അതൊരു നല്ല ഇതായിരുന്നു. പിന്നെ ലാജു സാറിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ മലയാളത്തിൽ നമ്മൾ എല്ലാവരും പറയുന്നതല്ലേ ലാജു സാറിന്റെ സിനിമ, അങ്ങനെ ഭയങ്കര ഭാഗ്യം പോലെയാണ്. അതെ, തോന്നിയൊന്നുമല്ല. അപ്പൊ ചെറുപ്പത്തിൽ ആങ്കർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അനിയന് മൊത്തമുള്ള ആ സമയത്തെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മ കൊടുക്കാവോ? എങ്ങനെയായിരുന്നു? അനിയൻ സന്തത സഹചാരിയാണ് നമ്മളുടെ കൂടെ, എല്ലാത്തിനും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസ്, എനിക്കറിയില്ല എത്രത്തോളം പേരൻസ് അല്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും, അമ്മയും അച്ഛനും അനിയനൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ. എന്നിട്ട് നമ്മളത് ശരിയായില്ല ഇത് ശരിയായില്ല, അവർക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. അമ്മ ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു, എന്നാലും നമ്മളെ കറക്റ്റ് ചെയ്യാനെല്ലാം. അതുമാതിരി അങ്ങനെ നമ്മൾ TV കമ്പയർ ചെയ്യാൻ എന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഞാൻ വേറൊരു കുട്ടിയായിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത്. പൈലറ്റ് ഷോട്ട്സ് എടുക്കുന്ന സമയത്ത്, എപ്പിസോഡ്സ് എടുക്കുന്ന സമയത്ത് അത് പെൺകുട്ടി തന്നെയായിരുന്നു, വേറൊരാളായിരുന്നു. അതെ അതെ. അപ്പോൾ ആ സമയത്ത് പൈലറ്റ് എപ്പിസോഡ്സ് അല്ലേ, അപ്പം ആരെങ്കിലും കോളേഴ്സ് അവിടുന്ന് ഇവിടുന്ന് തന്നെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോരുത്തരുടെ ശബ്ദം മാറ്റി സംസാരിക്കുന്നു, ഓരോരോ നമ്പേഴ്സ് ഒക്കെ ഇറക്കുന്നു. അപ്പം അവർക്ക് തോന്നി പൊന്നുണ്ണി ചെയ്താൽ ഇത്തിരി കൂടി ഒരു എഫക്റ്റ് വരാൻ. കാരണം നമ്മൾ ഞാനും അനിയനുമായിട്ട് ഫുൾ ടൈം തല്ലുപിടിക്കുക അങ്ങനെ ഇങ്ങനെ, അത് ഇത്തിരി കൂടി ആക്റ്റീവ് ആക്കാൻ പറ്റും, ലൈവ്ലി ആയിരിക്കും പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നുണ്ണി ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അതൊരു 2-3 കൊല്ലം ഞങ്ങൾ ചെയ്തു. എനിക്ക് മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ആ ഒരു ഫ്രെയിമാണ്. അതുമില്ലാതെ ഇപ്പോഴും ആളുകൾ പെട്ടെന്ന് ഞങ്ങളെ കാണുമ്പം ആ ഇത് വെച്ചിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മൃദുലയുടെ ഫേസിന് അധികം മാറ്റം വന്നിട്ടില്ല, പക്ഷെ പൊന്നുണ്ണിയുടെ കാര്യത്തിൽ ഹൈറ്റ് വെച്ച് ആളാകെ മാറി. മൃദുല ഇത് കൂടാതെ ആൽബംസും ചെയ്യാറുണ്ടായിരുന്നു? അതെ, ഞാൻ ആകെ 2 ആൽബം ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ ഇതുമാതിരി കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. കൊച്ചിനുമ്പായിൻ്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആങ്കറിങ് എല്ലാം പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് വന്നത്. വേറൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അനിയന് മൊത്തം ആങ്കർ ചെയ്ത കാര്യം പറഞ്ഞു, അനിയനുമായിട്ട് കോമ്പിനേഷൻ ഒരു സിനിമ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ? ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്, പക്ഷെ അതങ്ങനെ നമ്മൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച അങ്ങനെ ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ നല്ലൊരു കഥ വരണം, പൊന്നിക്ക് വേണ്ടിക്കും. അതെ അതെ, പ്ലാൻഡ് ആവണമല്ലോ. പിന്നെ അങ്ങനെ വരുന്ന ഒരു സമയം വരുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു സംഭവമാണെങ്കിൽ എന്തായാലും ചെയ്യും, അങ്ങനെ ആഗ്രഹമുണ്ട്. കാരണം നമ്മളെ എപ്പോഴും തിരിച്ചറിയുന്ന മിഥുൻ മൃദുല ആയിട്ട് തന്നെയാണ് ആളുകൾ ഒരുമിച്ചാണ് എപ്പോഴും പേര് പറയുന്നത് മിഥുൻ മൃദുല. അപ്പോ അത് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് നല്ലതല്ലേ, ഒരു ഭാഗ്യല്ലേ ചെയ്യാം. അപ്പൊ ഇത് കൂടാതെ മനസ്സിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വേറെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ മൃദുലയ്ക്ക് സ്വന്തമായിട്ട്? ഞാനിപ്പോ ഒരു ന്യൂ എൻട്രന്റ് അല്ലേ സിനിമയിൽ, അപ്പൊ പിന്നെ എനിക്കിപ്പോ കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ന്യൂ ആണ്, ഞാൻ ചെയ്യാത്ത ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെ വരുന്നതിന് നല്ലത് നോക്കി ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ ഇങ്ങനെ ചോദ്യം ഒരു എടുത്തു പറയാൻ മാത്രം
ചെറുപ്പത്തിലെ ഡാൻസ് പഠിച്ച് ഡാൻസ് ഇതായതുകൊണ്ട് മേ ബി ഒരു ക്ലാസിക്കലി ഒരു ഡാൻസിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല, ഒരു ഡാൻസ് ക്യാരക്ടർ, ഒരു ഡാൻസിന് ഒരു പ്രോമിനൻസ് കുറച്ച് ഡാൻസ് ചെയ്യാൻ പറ്റണം. അതെ അതെ അതെ, അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഐ ബി ഹാപ്പി ടു ഡു എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു ഡ്രീം റോൾ അങ്ങനെയൊന്നുമില്ല, കിട്ടിയാൽ നല്ലത് ആഗ്രഹം. അപ്പൊ മൃദുല പുതിയ ചിത്രത്തിൽ ആർജിയുടെ റോളിൽ നല്ല രീതിയിൽ തിളങ്ങാൻ കഴിയട്ടെ. അതുപോലെ പുതിയ പുതിയ ഒരുപാട് ചിത്രങ്ങൾ മൃദുലയെ തേടിയെത്തിട്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.